ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളൊരു +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്, നിങ്ങൾക്കൊരു മെഡിക്കൽ പ്രൊഫഷൻ എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ അത്തരം കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു കരിയർ ഓപ്ഷനാണ് ഫിസിയോതെറാപ്പി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിസിയോതെറാപ്പിയുടെ കോഴ്സ് ഡീറ്റെയിൽസ് ആണ്. എന്താണ് ഫിസിയോതെറാപ്പിയുടെ യോഗ്യത, എലിജിബിലിറ്റി എന്താണ്, എങ്ങനെയൊക്കെ ഏതെല്ലാം രീതിയിൽ നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി പഠിക്കാൻ സാധിക്കും, അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും വീഡിയോ കാണുന്നത്. നമ്മൾ ഇൻഡോർ ആയിട്ടാണ് നമ്മളൊരു കോഴ്സിനെ കുറിച്ചിട്ടും എല്ലാം ഡിസ്കസ് ചെയ്യാറ്. സോ നമ്മൾ ഈ ഒരു ഔട്ട്ഡോർ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആ ഒരു കോഴ്സിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പഠിക്കാനും, എങ്ങനെയാണ് ഒരു 4 വർഷം അല്ലെങ്കിൽ ഒരു 5 വർഷത്തെ കോഴ്സ് അതിൻ്റെ കരിക്കുലം ആയിട്ട് അല്ലെങ്കിൽ അക്കാഡമിക് വൈസ് ആയിട്ടൊക്കെ എങ്ങനെയാണ് ഇത് പഠിക്കാനുള്ളത്, നമ്മൾ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സോ അത് കൂടുതൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ, മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക്. സോ ഫിസിയോതെറാപ്പി കോഴ്സിൻ്റെ ഒരു ഓവറോൾ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറഞ്ഞു തരുന്നത് കരിയർ കൗൺസിലർ ആയിട്ടുള്ള മിസ്റ്റർ സാബിക്കാണ്. ഫിസിയോതെറാപ്പി കോഴ്സ് എന്ന് പറയുന്നത് 4.5 വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. 4 വർഷത്തെ പഠനവും 6 മാസത്തെ ഇൻറ്റേൺഷിപ്പുമാണ് വരുന്നത്. ഫിസിയോതെറാപ്പി പഠിച്ച് പുറത്തിറങ്ങിയ ആളുകൾക്ക് ഒരു വൈഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എങ്ങനെയൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ചോദിച്ചാൽ ഹയർ സ്റ്റഡീസിന് MPT ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ MPT തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട്. ഇനി നമ്മളെ കരിയറിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ കരിയർ ഒന്നെങ്കിൽ നമുക്ക് ടീച്ചിങ് കരിയർ ചൂസ് ചെയ്യാം, ക്ലിനിക്കൽ കരിയർ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ക്ലിനിക്സും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഇതൊന്നും പഠിച്ചിട്ടും നിങ്ങൾക്ക് ഇതൊന്നും ശരിയാവുന്നില്ലെങ്കിൽ ഫിസിയോതെറാപ്പി ആവശ്യമുള്ള ഒരുപാട് പേഷ്യൻസ് ബെഡ് ഹിഡൻ ആണ്. നമുക്ക് വീട്ടിൽ പോയിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും ഈ ഒരു കരിയറിലുണ്ട്. ഇതൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കരിയറാണ്, അല്ലെങ്കിൽ ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു കരിയറാണ്. ഓരോ കുട്ടികളും ഓരോ കരിയർ ചൂസ് ചെയ്യുന്ന ഒരു വേ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻ്റ് ആണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം ഏത് കോഴ്സാണോ ട്രെൻഡിങ് ആ കോഴ്സിൻ്റെ പിന്നാലെയാണ് നമ്മൾ എല്ലാ പിള്ളേരും പോകുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ കൊറോണയ്ക്ക് ശേഷം നേഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് പീക്ക് ലെവലിലാണുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും പോകുന്നത് നേഴ്സിങ്ങിൻ്റെ പിന്നാലെയാണ്. ഒരു 2014-15 കാലഘട്ടത്തിൽ എടുത്തു നോക്കിയാൽ പെർഫ്യൂഷൻ ടെക്നോളജി പോലെയുള്ള കോഴ്സുകളായിരുന്നു ഹൈ ഡിമാൻഡ് ആയിട്ടിരുന്നത്. നമ്മളിപ്പം വന്ന് നോക്കുന്ന സമയത്ത് പെർഫ്യൂഷൻ പോലെയുള്ള അല്ലെങ്കിൽ എമർജൻസി മെഡിസിൻ പോലെയുള്ള കോഴ്സുകൾക്കൊന്നും ആരും ഇല്ല. അപ്പോൾ നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് അതിനൊരു കണ്ടിന്യൂവേഷൻ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഫിസിയോതെറാപ്പി നോക്കുകയാണെങ്കിൽ ഫിസിയോതെറാപ്പിക്ക് വലിയൊരു എക്സ്പോഷർ ഇപ്പോൾ കേരളത്തിൽ കിട്ടിയിട്ടില്ല. വളരെ കുറച്ച് കോളേജുകളും കുറച്ച് കുട്ടികളും മാത്രമാണുള്ളത്. അപ്പോൾ ഫിസിയോതെറാപ്പി നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഫിസിയോതെറാപ്പിക്ക് ആ ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടോ എന്നുള്ളത് ആദ്യം അന്വേഷിക്കുക. ഈ പേഷ്യൻസ് ഉള്ളിടത്തോളം കാലം തന്നെ നമുക്ക് എന്തുണ്ട്, അതിനുള്ളൊരു കണ്ടിന്യൂവേഷൻ ഉണ്ട്. പിന്നെ ഫിസിയോതെറാപ്പി പോലുള്ളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്ന ആളുടെ കഴിവിനനുസരിച്ചായിരിക്കും കൂടുതലും ആൾക്ക് തിളങ്ങാൻ കഴിയുക. ഇപ്പോൾ ടീച്ചിങ് ഫീൽഡിൽ ഏറ്റവും നന്നായിട്ട് ടീച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ല മറ്റൊരാൾക്ക് നന്നായിട്ട് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫിസിയോതെറാപ്പി കഴിഞ്ഞ അല്ലെങ്കിൽ MPT കഴിഞ്ഞ ഒരാൾക്ക് ആ ഫീൽഡിൽ വളരെയധികം എന്ത് ചെയ്യാൻ പറ്റും, ഉയരാൻ കഴിയും. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ക്ലിനിക്കലിൽ നമ്മൾ പേഷ്യൻസിൻ്റെ അടുത്ത് എങ്ങനെ ഇടപഴകുന്നു, അവരെങ്ങനെ കംഫർട്ടബിൾ ആക്കുന്നു, എങ്ങനെയാണ് നമ്മളെ പ്രാക്ടീസ് എന്നുള്ളത് വെച്ചിട്ടിരിക്കും നമുക്ക് അവിടെയും നമ്മളുടെ ഒരു ഭാവി നിർണ്ണയിക്കുന്നത്. സോ നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് മലയാളി ഫാക്കൽറ്റീസിനെ നമ്മൾ പരിചയപ്പെട്ടു. അപ്പോൾ അതിൽ നമ്മളോടൊന്ന് സംസാരിക്കുന്ന 2 അടിപൊളിയായിട്ടുള്ള 2 ഫാക്കൽറ്റീസാണ്. സോ നമുക്ക് ആദ്യം അവരുടെ പേര് ചോദിക്കാം. ഞാൻ ഡോക്ടർ തേജസ്. ഓക്കെ, ഡോക്ടർ അശ്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫിസിയോതെറാപ്പി കോഴ്സിന്, നിങ്ങൾക്കിപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, നിങ്ങളിപ്പോൾ ടീച്ചിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഫിസിയോതെറാപ്പി കോഴ്സ് പഠിക്കാൻ എങ്ങനെയാണ്? ഇപ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻസിന് നമുക്കൊരു BPT കോഴ്സ് എടുക്കാൻ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ സിലബസ് ഒക്കെ വരുന്നത്, പഠിക്കാനൊക്കെ ഈസി ആണോ, സബ്ജക്റ്റ് ഒക്കെ എങ്ങനെയാണ് പഠിക്കാനുള്ളത്? സോ എലിജിബിലിറ്റി എന്ന് പറയുന്നത് 12th കഴിഞ്ഞിട്ട് 50% മാർക്സ് ആണ് ഇവിടെ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ആവറേജ് ആയിട്ടുള്ളൊരു സ്റ്റുഡൻസിന് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി വി ആർ സ്റ്റഡിങ് ഒരു ഡോക്ടർ ലെവലിലേക്കാണ് നമ്മൾ പഠിക്കുന്നത്. പിന്നെ ഫസ്റ്റ് ഇയറിൽ നമ്മൾ കൂടുതലും അനാറ്റമി, ഫിസിയോളജി, ബയോമെക്കാനിക്സ്, ബയോകെമിസ്ട്രി, ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ് ഇയർ ആകുമ്പോഴാണ് കൂടുതൽ നമ്മൾ ഫിസിയോയിലേക്ക് ഇലക്ട്രോ എക്സസൈസ് എന്ന് പറഞ്ഞിട്ട് പർട്ടിക്കുലർ ആയിട്ട് പോകുന്നത്. പിന്നെ തേർഡ് ഇയർ, ഫോർത്ത് ഇയർ ഇറ്റ്സ് മോർ ഇൻ ടു ക്ലിനിക്കൽ. സോ അതിൽ നമ്മൾ ഓർത്തോപെഡിക്സ്, ന്യൂറോ, അങ്ങനെ പലതായിട്ട് ഓരോ ബ്രാഞ്ചസ് ആയിട്ട് പഠിക്കുന്നുണ്ട്. ഫൈനൽ ഇയറിൽ കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള റീഹാബിലിറ്റേഷൻ
റിഹാബിലിറ്റേഷൻ പഠിക്കുന്നു. സോ അങ്ങനെ ഒരു 4 വർഷത്തെ. ദെൻ 6 മന്തിൽ നമുക്കൊരു ഇൻറ്റേൺഷിപ്പ് ആണുള്ളത്. സോ അത് നമ്മൾ ഓരോരോ ഹോസ്പിറ്റലിൽ ഓരോ സ്പെഷ്യാലിറ്റി അനുസരിച്ച് അവരെ നമ്മൾ പോസ്റ്റിംഗ് കൊടുത്ത് 6 മന്ത് കംപ്ലീറ്റ് ചെയ്താണ് 4.5 years നമ്മൾ കംപ്ലീറ്റ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് മലയാളി സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടോ? ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഉണ്ട്, പിന്നെ സ്റ്റാഫും മലയാളീസ് ഒക്കെ ഉണ്ട്. ഓക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ക്ലാസ് എങ്ങനെയൊക്കെയാണ്? ഇംഗ്ലീഷിലാണോ, മീഡിയം ഓഫ് ലാംഗ്വേജ് എങ്ങനെയാണ്? യൂഷ്വലി ഇംഗ്ലീഷിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ സ്റ്റുഡൻസിന് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ദേ ക്യാൻ കം ആൻഡ് ടോക്ക് ടു അസ് സെപ്പറേറ്റ്ലി. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസും കൂടെ നോക്കാം. അതേപോലെ തന്നെ ഇവിടുത്തെ ലബോറട്ടറി ഫെസിലിറ്റി, നമുക്ക് BPT പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഏതൊരു പാരാമെഡിക്കൽ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ ആണെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലിനിക്കൽ അല്ലെങ്കിൽ ലബോറട്ടറി ഫെസിലിറ്റിയും കൂടെ നമ്മൾ നോക്കണം. നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ BPT പഠിക്കാൻ എന്തെല്ലാമാണ് ഇത്തരത്തിൽ നമുക്ക് ലാബ് ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം. സോ നമ്മളടുത്തുള്ളത് ഇപ്പോൾ ഇവിടെ കറൻ്റ്ലി ഫിസിയോതെറാപ്പി പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഇവരുടെ ഒരു എക്സ്പീരിയൻസ് കേൾക്കാനാവും നിങ്ങൾ കൂടുതൽ കാത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഇവരുടെ പേര് ചോദിക്കാം. മോളുടെ പേര്? ഗായത്രി. എൻ്റെ പേര് അലൻ. എമിൽ. ഓക്കെ, നിങ്ങൾ എന്താണ് ഈ ഒരു BPT ചൂസ് ചെയ്യാനുള്ളൊരു കാരണം എന്താണ്? എനിക്ക് സ്പെഷ്യലായിട്ട് കാരണം ഇനീഷ്യലി ഞാൻ സ്റ്റാർട്ട് ആഫ്റ്റർ എൻ്റെ 12th കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കോച്ചിങ് ആയിട്ടായിരുന്നു. കാരണം MBBS, കാരണം അമ്മ പണ്ട് തൊട്ടേ ഈ നഴ്സിംഗ് ഫീൽഡ് ഇതൊക്കെ ആയിരുന്നുകൊണ്ട് ഷീ വാണ്ടഡ് ടു ബിക്കം എ ഡോക്ടർ. അത് കഴിഞ്ഞ് പിന്നെ ആ ഒരു ഫീൽഡിലോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അതിനൊരു എൻട്രൻസിൻ്റെ പാടും ആ ഒരു കയറി പറ്റാനുള്ളൊരു ബുദ്ധിമുട്ട് മനസ്സിലായത്. സോ ആഫ്റ്റർ ദാറ്റ് പിന്നെ ഒരു വേർതി ഓപ്പർച്യൂണിറ്റി ആയിട്ട് എക്സ്പോജർ ഉള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കണ്ടത് ഫിസിയോതെറാപ്പി ആയിരുന്നു. അങ്ങനെയാണ് സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള കാരണം. എങ്ങനെയുണ്ട് കോളേജൊക്കെ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ഇഷ്ടമായോ കോളേജ്? ഇഷ്ടമായോ? ഇഷ്ടമാണ്. നമ്മുടെ ഫാക്കൽറ്റീസ് ആയാലും പിന്നെ കോഴ്സ് ആയാലും നമുക്ക് നല്ലൊരു വൈബായിട്ടുള്ള പരിപാടി. മോളുടെ എക്സ്പീരിയൻസ് എന്താ? സെയിം എനിക്ക്. ഇവിടെ ഹോസ്റ്റലിലാണോ നിൽക്കുന്നത്? അതെ, ഇവിടെ എങ്ങനെയാണ് ഹോസ്റ്റൽ? കോളേജിന്റെ ഹോസ്റ്റൽ. കോളേജിന്റെ ഹോസ്റ്റലാണ്. എങ്ങനെയാണ് ഹോസ്റ്റൽ? അത്ര സ്ട്രിക്റ്റ് ഒന്നും പറയാനില്ല, കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ഒക്കെ എങ്ങനെയാ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഫ്രണ്ട്ലി. കാരണം ഒരു 2 വാക്കിൽ പറഞ്ഞാൽ വെരി ഫ്രണ്ട്ലി. കാരണം ഇപ്പോൾ നമ്മുടെ എല്ലാ മാംമാരാണെങ്കിലും ഈവൻ സാർ ആണെങ്കിലും ഒരു കാരണം നമുക്ക് നല്ലൊരു എൻവയറമെൻറ്റ് നമുക്ക് പഠിക്കാനായിട്ടും നമുക്ക് ക്ലിനിക്കൽ എക്സ്പോജറായിട്ടും നല്ലൊരു എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻഫോർമേറ്റീവ് നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റിയാണ് നമുക്കിവിടെ. സോ ഏകദേശം നിങ്ങൾക്ക് ഫിസിയോതെറാപ്പി കോഴ്സിനെ കുറിച്ചിട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ കേരളത്തിൻ്റെ അഡ്മിഷൻസിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, നമുക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കോളേജാണ് BPTക്ക് വേണ്ടി കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുമാണ്. നമുക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലൊന്നും ഇതുവരെയായിട്ട് BPT കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിലൊക്കെ ഏകദേശം ഒരു 1 lakh 1.10 ആ ഒരു റേഞ്ചിലൊക്കെയാണ് ഇതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുവരെയായിട്ടും കേരളത്തിൽ LBSൻ്റെ അലോട്ട്മെൻറ്റ് വഴിയാണ് BPT കേരളത്തിൽ കണ്ടക്ട് ചെയ്യുന്നത് മെറിറ്റ് സീറ്റിലേക്ക്. അപ്പോൾ അതിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമ്മൾ കേരളത്തിൽ 2-3 കോളേജിൽ ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിച്ച ടൈമിൽ അവിടുത്തെ അഡ്മിഷൻ പ്രൊസീജിയറൊക്കെ നടക്കുന്നത് കൊണ്ട് അവിടെ നമുക്ക് എടുക്കാനുള്ള അതിലൊരു ലിമിറ്റേഷൻ, ഒരു പരിമിതി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ ബാംഗ്ലൂരിൽ 1 ഓഫ് ദി ബെസ്റ്റ് ഫിസിയോതെറാപ്പി ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ഡിവൈൻ ഗ്രേസ് ആണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഈ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടു. എങ്ങനെയാണ് BPT അതിൻ്റെ ഒരു നിങ്ങൾ സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. ഇവിടെ ഒരുപാട് മലയാളി സ്റ്റുഡൻസും അതേപോലെ ഒരുപാട് മലയാളി ഫാക്കൽറ്റീസും ഉണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു കോളേജിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനകത്ത് നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത് നമ്മൾ ഒരു 1 ഓഫ് ദി എക്സ്പെരിമെൻ്റ് ആണ്. കാരണം നമ്മൾ ഇതുപോലെ ഒരു ഔട്ട്ഡോർ വീഡിയോ ആദ്യമായിട്ട് ചെയ്യുകയാണ്. ഒരുപാട് പാരാമെഡിക്കൽ കോഴ്സുകളുണ്ട്, ഒരുപാട് മെഡിക്കൽ പ്രൊഫഷണൽ കോഴ്സുകളുണ്ട്. സോ ഓരോ കോഴ്സും നമ്മൾ ഇതുപോലെ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻസ് ആയിട്ട് രേഖപ്പെടുത്താം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ
ഓരോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ്, ലാബ് ഫെസിലിറ്റീസ്, അവിടെ പഠിക്കുന്ന കുട്ടികളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ഷുവറായിട്ടും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സജഷൻസ് ഉണ്ടെങ്കിലും നമ്മളുടെ വീഡിയോയുടെ കമൻറ്റ്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.